ഇതെൻ്റെ സ്വന്തം വണ്ടി, സ്പ്ലെൻഡർ പ്ലസ് എക്സ്ടെക് 2023 മോഡല്. ഇന്നിപ്പോൾ ആദ്യത്തെ വീഡിയോ എൻ്റെ വണ്ടിയിൽ നിന്ന് തന്നെ ആവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടി ഇതാണ് 2023 മോഡല് സ്പ്ലെൻഡർ പ്ലസ് എക്സ്ടെക്. ഇപ്പോൾ 2024 മോഡല് നിലവിലുണ്ട്. 25 മോഡൽ ഇപ്പോൾ ഈ അടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. അതും അത്യാവശ്യം സൂപ്പർ വണ്ടിയാണ്. ഇതിൽ എൻ്റെ ഈ ഒരു വണ്ടിയിൽ ഫ്രണ്ടിലേക്ക് വരാണെങ്കിൽ ഒരു ചെറിയൊരു DRL വൈറ്റ് കളറാണ്. പിന്നെ ഹെഡ് ലാമ്പ്, പിന്നെ 2 ഇൻഡിക്കേറ്റർ സാധാ നോർമൽ തന്നെ. ആ ഒരു ഭംഗിയൊക്കെ ഇപ്പോഴും ആ സ്പ്ലെൻഡറിൻ്റെതായ ഒരു ആധുനിക ഭംഗിയിലേക്ക് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ സാധാ ഷോക്ക് അബ്സോർബറൊക്കെ സാധാരണ നോർമൽ സംഭവം. പിന്നെ ബ്രേക്കിലേക്ക് വരാണെങ്കിൽ ഡ്രം ബ്രേക്കാണ് വരുന്നത് ഫ്രണ്ടിലും ബാക്കിലും. അതുപോലെ തന്നെ ഫ്രണ്ടിൽ പിടിച്ചാലും ബാക്കിൽ പിടിച്ചാലും നമ്മൾ എന്താ പറയുക, രണ്ടിലേക്കും ഒരുപോലെ പവർ അപ്ലൈ ചെയ്ത് രണ്ടും പക്കയായിട്ട് ഒരുപോലെ ബ്രേക്കിങ് 2 ടയറിലേക്കും പോകുന്നതാണ്. പിന്നെ ഇതിൽ വരാണെങ്കിൽ ഈ വണ്ടിയുടെ കളർ വരുന്നത് എന്താ വെച്ചാൽ ബ്ലാക്ക് കളറിൽ ടൊർണാഡോ ഗ്രേ സ്റ്റിക്കറിങ് എന്ന് വെച്ചാൽ ഒരു ഗ്രാഫിക്സ് സംഭവമാണ് ഈ സ്റ്റിക്കറിങ്. ഹീറോൻ്റെ ഒരു ബാഡ്ജിങ് ഒക്കെ കാണാം, ഒരു ഫ്യൂച്ചറിസ്റ്റിക് സംഭവമാണിത്. പിന്നെ പവർ സ്റ്റാർട്ട്, പിന്നെ ഇത് പ്രോഗ്രാം ചെയ്തിട്ടുള്ളത് FIയിലാണ് ഇത് പ്രോഗ്രാം ചെയ്തിട്ടുള്ളത്. പിന്നെ എൻജിൻ സൈഡിലേക്ക് വരാണെങ്കിൽ 97.2 cc എൻജിൻ ഒറ്റ സിലിണ്ടറിൽ. കാലം എത്ര കടന്നു പോയാലും സ്പ്ലെൻഡറിൻ്റെ ഒരു എൻജിൻ 97-100 തികച്ചിട്ടില്ലെങ്കിലും ആളിപ്പോഴും ഒന്നൊന്നര ഐറ്റം തന്നെയാണ്. 4 ഗിയറിൽ വരുന്ന ഒരു പടക്കുതിര തന്നെയാണ് നമ്മുടെ സ്പ്ലെൻഡർ. പിന്നെ മൈലേജ് എന്ന് പറയുകയാണെങ്കിൽ മൈലേജ് ഇപ്പോൾ ചുരുങ്ങിയത് നമുക്കൊരു 73-80 നമുക്ക് ഷോറൂം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ എങ്ങനെ ഓടിച്ചിട്ടെങ്കിൽ 55 സൂപ്പറായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ വണ്ടി i3S എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് ഈ ബാക്ക് സൈഡിലായിട്ട് വരുന്നുണ്ട്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി ഫ്യൂവൽ എഫിഷ്യൻസിയാണ് സംഭവം. നമ്മളിപ്പോൾ ബ്ലോക്കിലൊക്കെ പെട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ക്ലച്ച് വണ്ടി തന്നെ ഓഫായിട്ട് നമ്മൾ ക്ലച്ച് പിടിക്കുമ്പോഴേക്കും വണ്ടി ഓണായി വരുന്നൊരു സംഭവമൊക്കെ ആണ് ഇതിൽ ഇവർ പവർ ചെയ്ത് വെച്ചിട്ടുള്ളത്. പുതിയ ഫീച്ചേഴ്സായിട്ടും വരുന്നത് അതൊക്കെ തന്നെയാണ്. ഇപ്പോഴത്തെ വണ്ടിയിലും അതെ, ഇതിലും വലിയ മാറ്റങ്ങളൊന്നുമില്ല. അവർ ബോഡിയിലുള്ള സ്റ്റിക്കറിങ്ങിലും പെയിൻറ്റിങ്ങിലും അതുപോലെ മറ്റ് കണക്ഷൻസിലും ഒക്കെയാണ് ഇപ്പോൾ ഈ മാറ്റങ്ങൾ വരുന്നത് തന്നെ. പിന്നെ ബാക്ക് സൈഡിലേക്ക് വരികയാണെങ്കിലൊക്കെ തന്നെ ആ ഒരു പഴയ ഒരു സ്പ്ലെൻഡറിൻ്റെ ഒരു പഴമയും അതിൽ പുതുമയും കലർത്തിക്കൊണ്ടുള്ളൊരു രീതിയാണ് സ്പ്ലെൻഡർ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഷോക്ക് അബ്സോർബർ നോക്കുകയാണെങ്കിൽ ഷോക്ക് അബ്സോർബർ ഒരു ഫ്യൂച്ചറിസ്റ്റിക് രീതിയിലുള്ള ഒരു മാറ്റങ്ങൾ ചെറിയ രീതിയിൽ തന്നെ ഉള്ളൂ. എന്നാലും അതൊരു അത്യാവശ്യം നല്ലൊരു വർക്കിങ്ങും നല്ല സ്മൂത്ത്നെസ്സും കംഫർട്ടൊക്കെ തരുന്ന ഒരു ഷോക്ക് അബ്സോർബറാണ്. പിന്നെ ഒരു പ്ലേറ്റിങ് ഇപ്പോൾ വരുന്നുണ്ട് സംഭവം. അത് എന്തുകൊണ്ട് വണ്ടിക്കൊരു ഭംഗി തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ അതെ ഈ സൈഡിൽ നമുക്ക് കാണാം, ഈ സൈഡിലും അപ്പുറത്തെ സൈഡിലൊക്കെ കാണാം സ്പ്ലെൻഡർ പ്ലസ് എക്സ്ടെക് എന്നുള്ളൊരു ഇത് ബാഡ്ജിങ്. പിന്നീട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഈ വണ്ടിക്ക് നമുക്ക് സാധാ ഒരു സ്പ്ലെൻഡറിന് ഇപ്പോഴും ആ ഒരു കിക്കർ സ്റ്റാർട്ടിങ് തരുന്നുണ്ട്. അതുപോലെ തന്നെ വണ്ടിയുടെ ഏറ്റവും വലിയ ഒരു എഞ്ചിനീയറിങ് ടെക്നോളജി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ബ്രേക്കിൻ്റെ അവിടെ ബ്രേക്ക് പാഡിൻ്റെ അവിടെ ഉള്ള ഈ ഒരു സംഭവം അതൊന്നൊന്നര എഞ്ചിനീയറിങ് ടെക്നോളജി തന്നെയാണ്. എന്നുവെച്ചാൽ ഇപ്പോൾ ഞാൻ എൻ്റെ കാല് ചെയ്ത് ഇവിടെ വയ്ക്കുക, ഇവിടെ കണ്ട ഈ ഒരു സംഭവം ചവിട്ടുമ്പോൾ എൻ്റെ കാലിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഇപ്പോൾ നമ്മുടെ എൻജിൻ ഹീറ്റായിരിക്കും, അധികം ഓടുമ്പോൾ സിലിണ്ടറിൻ്റെ ആ ഒരു ഭാഗം ഹീറ്റായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ സൈലൻസറിൻ്റെ ഭാഗം ഇതിനിടയ്ക്ക് നമ്മുടെ കാല് പോകാണ്ടിരിക്കുക. ചെറിയൊരു ടെക്നോളജി ആണെങ്കിലും അതൊരു ഗംഭീര ടെക്നോളജി, ഉപകാരമുള്ള ടെക്നോളജിയും കൂടിയാണ്. പിന്നെ ഇവിടെയായിട്ട് പവർ സ്റ്റാർട്ട് എന്നുള്ളൊരു ബാഡ്ജിങ് കാണാം. ഇതിലാണ് നമ്മുടെ വണ്ടിയുടെ ബാക്കി ഫസ്റ്റ് എയ്ഡും ബാക്കിയുള്ള മറ്റ് ബുക്ക് പേപ്പറും മറ്റ് സംഭവങ്ങളൊക്കെ ഡോക്യുമെൻറ്റ്സൊക്കെ ക്യാരി ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഈ സൈഡിലേക്ക് വരികയാണെങ്കിലും വണ്ടിയുടെ ഒരു റിഫ്ലക്ടറും ബാക്കി അലോയ് വീൽസാണ് വണ്ടിക്ക് വരുന്നത്. അത് ഈ ഒരു വണ്ടിയുടെ ബോഡി വൈസ് നോക്കുകയാണെങ്കിലും വണ്ടിക്ക് എന്തുകൊണ്ടും ഭംഗി നല്ലോണം തരുന്നുണ്ട്.
പിന്നെ അടുത്തതായി ഇനി നമുക്ക് വണ്ടിയുടെ മീറ്ററിലേക്ക് പോവാം. മീറ്ററിൽ വന്നിട്ടുള്ള ചേഞ്ചസ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ മീറ്റർ എന്ന് വെച്ചാൽ ഇതിൽ ഇപ്പോൾ ഈ ഒരു മോഡലിലൊക്കെ വരുന്നത് 2 മോഡൽ വരുന്നുണ്ട്. നോർമൽ മോഡൽ വരുന്നുണ്ട്, ഡിജിറ്റൽ മീറ്ററും വരുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളത് വരാണെങ്കിൽ സെൻസറാണ് സ്റ്റാൻഡ് വരുന്നത്, ന്യൂട്രൽ, എൻജിൻ വാണിങ്. പിന്നെയും ഒരു സംഭവം കൂടി കാണിച്ചു തരാം. ഇവിടെ ആയിട്ട് നമ്മുടെ ഐത്രേസ് വരും. ഐത്രേസ് എന്തോ ഞാൻ യൂസ് ചെയ്യാത്ത കാരണം അതിങ്ങനെ ഒരു ബട്ടണിലൊരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. എന്താണെന്നറിയില്ല, നോക്കണം കൊണ്ടുപോയിട്ട്. ഐത്രേസ് വരുന്നില്ല. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്വിച്ചുകളിലേക്ക് വരികയാണെങ്കിലും ആകെ സാധാരണ ഒരു നോർമൽ സ്വിച്ചിങ്ങിനെ വരുന്നുള്ളൂ. പിന്നീട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ മീറ്റർ ബോർഡിൽ ഇപ്പോൾ സാധാരണ ചെയ്യാറുള്ള പോലെ ട്രിപ്പ് എ, ട്രിപ്പ് ബി ഇതൊക്കെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് ബ്ലൂടൂത്ത് കണക്ഷനാണ്. ഇതിൽ നമ്മുടെ ഫോൺ കോളിൻ്റെ ഇത് വരും, മെസ്സേജ് വരും. അത് ഫോണിൽ ആരെയാണ് നമ്മൾ സേവ് ചെയ്ത് വെച്ചത് അത് വിളിക്കുമ്പോൾ അവർ അതേ പേര് സേവ് ചെയ്ത് വെച്ച് അതേ പേര് ഇവിടെ എഴുതി കാണിക്കുന്നതാണ്. പിന്നെ ഒരു രസം കാണിച്ചേട്ടോ, ഒരു വട്ടം കൂടി ഓണാക്കി ഓഫ് കാണിച്ചു. ഹലോ അശ്വജിത്ത് എൻ്റെ പേര്. ഞാൻ ഇതിൽ കണക്ട് ചെയ്ത് വെച്ചാൽ ഞാൻ അതിൽ എഴുതി പോകുന്നതാണല്ലോ. അതൊക്കെയാണ് ഈ ഒരു മീറ്ററിൻ്റേതായ ഒരു ഭംഗി. എന്താ പറയുക, വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ആണ് എൻ്റെ വണ്ടി നമ്മളതിൽ ഓടിക്കുമ്പോഴൊക്കെ. ഇനി മറ്റു വിശേഷങ്ങൾ കാണിച്ചു തരാം. ഇവിടെയായിട്ട് ചാർജിങ് സ്പോട്ട് വരുന്നത്, നമുക്ക് ഫോൺ ചാർജ് ചെയ്യാനൊക്കെ ആയിട്ട്. ഇപ്പോൾ ഞാനിവിടെ ഒരു എക്സ്ട്രാ ഫിറ്റിങ്സ് എന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുള്ളത് ഒരു എന്താ പറയുക, ഫോൺ സ്റ്റാൻഡാണ്. ഇത് എനിക്കിപ്പോൾ ഇത്തിരി ദൂരേക്കൊക്കെ പോകുമ്പോൾ ഇത് ഉപകാരമാണ്. അപ്പോൾ കറക്റ്റ് കണക്ട് ചെയ്ത് ഇവിടേക്ക് ഫോൺ വെച്ചാൽ അത് നല്ലൊരു ഉപകാരം തന്നെയാണ് എനിക്ക്. പിന്നെ സ്വിച്ചസിൽ വരുമ്പോൾ ഡിമ്മും ബ്രൈറ്റ്, ഇൻഡിക്കേറ്റർ ഇതൊക്കെ നോർമൽ ടൈപ്പ് തന്നെ. ഹോണ്, പിന്നെ ഇത് ഐത്രേസ് സ്വിച്ച്. ഇത് ഞാൻ യൂസ് ചെയ്യാറില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പം ഈ ബ്ലോക്കുകളിലൊക്കെ ഓണാവുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ക്ലച്ച് പിടിച്ച് ഓണാവും വണ്ടി. ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി ഓഫായി ക്ലച്ച് പിടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓണാവും എന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഇത് നമ്മൾ ബ്ലോക്കിലൊക്കെ വിട്ടെത്തുമ്പോൾ ചെയ്യുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ ഓവർടേക്ക് ചെയ്യുന്ന ടൈമിൽ വണ്ടി ഓഫായി പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ പറഞ്ഞു കേട്ടു. അതുകൊണ്ട് ഞാൻ അത് യൂസ് ചെയ്യാറില്ല പരമാവധി. പിന്നെ എനിക്ക് അത്യാവശ്യം എഫിഷ്യൻസി ആയിട്ടുള്ളൊരു മൈലേജ് ഒക്കെ കിട്ടുന്നതിനെ ഞാൻ യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് അതിൻ്റെ ബട്ടണിൽ ഇപ്പോൾ എന്തോ ഒരു ചെറിയ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. എന്താണോ അവിടെ സർവീസ് സെൻ്ററിൽ പോകുമ്പോൾ നോക്കണം. പിന്നെ ഇത് സെൽഫ് സ്റ്റാർട്ട് ഇതൊക്കെയാണ് വരുന്നത് വണ്ടിയുടെ ഒരു ഇതിൽ. പിന്നെ നമ്മുടെ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 9.8 ടാങ്ക് കപ്പാസിറ്റി. പിന്നെ വണ്ടി എപ്പോഴും ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. നമ്മുടെ വണ്ടിയിൽ ഇപ്പോൾ ചെരിഞ്ഞെടുക്കുക, അതുകൊണ്ട് കാണിച്ചു തരാം. എന്നാലും ഈ 2 പോയിന്റ് മാക്സിമം ഈ പോയിന്റ് വന്നാൽ ഈ പോയിന്റ് ഒരിക്കലും ഇല്ലാണ്ടാവരുത്. ഇല്ലാണ്ടായാൽ നമ്മുടെ പോക്കറ്റിലെ പൈസ ഇല്ലാണ്ടാവും, അവസ്ഥയാവും. എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ് ഇരിക്കുന്നുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അത് പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ചിലവാണ് അത് മാറ്റിക്കാൻ. ഞാൻ ഊരി കാണിക്കട്ടോ. ഇതിൻ്റെ ആ ഒരു സൈഡിൽ കണ്ട അതാണ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ എന്ന് പറയുന്ന സംഭവം. ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് അത് എപ്പോഴും പെട്രോൾ മുങ്ങിയെടുക്കണം, അല്ലെങ്കിൽ അത് നമുക്ക് ബാക്കി പണി തരും. ഇതൊക്കെയാണ് വണ്ടിയുടെ പെട്രോൾ ടാങ്കിൻ്റെ ഭാഗത്തുനിന്നും ഒക്കെയുള്ള ഒരു വിശേഷങ്ങൾ. എന്നുവെച്ചാൽ എന്തുകൊണ്ടും വണ്ടി നമുക്ക് പക്കാ മൈലേജ് തരുന്ന ഒരു വണ്ടിയാണ് ഈ സ്പ്ലെൻഡർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തിരി ഇപ്പോൾ കെയർ ചെയ്യണം കൂടി ഒരു സാഹചര്യത്തിലാണ് വണ്ടി ശരിക്കും നമുക്ക് ഫ്യൂച്ചറിൽ വരുന്നത്. എന്നാലും നമ്മൾക്ക് നല്ലൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു വണ്ടിയായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും എന്നും. പിന്നെ സീറ്റിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ 2 ആൾക്ക് ഇരിക്കാൻ പറ്റുന്ന സീറ്റ്സാണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു കുഷ്യനാണ്. എന്നാലും ലോങ് ഡ്രൈവിൽ പോകുമ്പോൾ അത്ര കംഫർട്ടായിട്ട് തോന്നുന്നില്ല. പിന്നെ നമുക്ക് വരുന്നത് ഈ കേരിയർ, അതൊക്കെ കമ്പനി ഫിറ്റിങ്സ് ആണ്. പിന്നെ കൊളത്തി കൊണ്ടുപോകാനുള്ളത്
എല്ലാം ഒരു പഴയ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും. എന്നാലും നമുക്ക് ഇപ്പോഴും ഉപകാരമുള്ളൊരു ഭാഗം തന്നെയാണ് വണ്ടിയിൽ. പിന്നെ എന്താ പറയുക, ഈ വണ്ടി ഒരിക്കലും ആരുടെയും എന്താ പറയുക ഇഷ്ടപ്പെടാത്തൊരു വണ്ടി ആവില്ല. ഏതൊരു ബൈക്കിനെ പ്രേമിക്കുന്നൊരു ആൾക്കാരെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്നും ഒരു ആശയം എടുക്കുന്ന ഒരു വണ്ടി തന്നെയാണ് സ്പ്ലെൻഡർ. ഓടിച്ചു നോക്കാത്തവരും കുറവായിരിക്കും, ഓടിക്കാത്തവരും കുറവായിരിക്കും. പിന്നെ ഈ വണ്ടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ വണ്ടി എവിടെ കൊണ്ടുപോയാലും പ്രത്യേകിച്ച് പെട്രോൾ പമ്പിലൊക്കെ പോകുമ്പോൾ പെട്രോൾ അടിക്കാൻ കൊണ്ടുപോകുമ്പോഴാവും എന്നോട് എത്ര ഒരു മാക്സിമം 2 ആൾ ഇങ്ങനെ ആ ടൈമിൽ ചോദിക്കും, കൊണ്ടുപോലത്തെ ടൈമിൽ എത്രയായി, എവിടെ നിന്ന് മേടിച്ചു എന്നൊക്കെ. പിന്നെ ഈ വണ്ടി എനിക്ക് മേടിച്ചപ്പോൾ വന്ന ഒരു ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് 1,09,000 രൂപയാണ് എനിക്ക് ഓൺ റോഡ് വന്ന പൈസ. പിന്നെ മറ്റ് എക്സ്ട്രാ ഫിറ്റിങ്സ് ഒന്നും എനിക്ക് വണ്ടിമേ ചെയ്യേണ്ടതായി വന്നില്ല. ആകെ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇതിപ്പോൾ ഇതുമ്പോൾ ഒരു ബാഗ് ഉണ്ടാവും, അത് ഞാൻ വേണ്ടെന്ന് വെച്ചു. പിന്നെ ഈ സൈഡിലായിട്ടൊരു കേരിയർ പോലത്തെ ഒരു സംഭവം ഉണ്ടാവും, ബാഗ്, അത് ഞാൻ അവോയ്ഡ് ചെയ്തു. അതൊന്നും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. പിന്നെ എന്തായാലും ഞാൻ ആകെ ഈ വണ്ടി എടുത്തിട്ട് ഓടിയിട്ടുള്ളത് 3057 കിലോമീറ്ററാണ് ഇതുവരെ ഓടിയിട്ടുള്ളത്. 3 സർവീസ് ഞാൻ ചെയ്തു. എൻ്റെ സർവീസ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര നഷ്ടമാണ്. ശരിക്കും വണ്ടി ഓടാണ്ടാണ് ഞാൻ കൊണ്ടു കൊടുക്കുന്നത്. എനിക്ക് ആകെ ഇപ്പോൾ ഒരു 3 സർവീസിൽ ചിലവ് വന്നുള്ളത്, ആദ്യത്തേൽ 600 സംതിങ്, രണ്ടാമത്തേൽ 800, മൂന്നാമത്തേൽ ഒരു 1000 അടുത്ത് അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ ഒരു സർവീസിലെ ഒരു എന്താ പറയുക എമൗണ്ട് വന്നുള്ളത്. അതിലവർ പറയുന്നതെന്ന് വെച്ചാൽ ഓരോ ഇതിൽ ഓടിയിൽ ഓയിൽ ചേഞ്ച് ചെയ്യും, പിന്നെ എയർ ഫിൽട്ടർ ക്ലീനിങ്, മറ്റ് ആക്സസറീസ്, വാഷിങ്, അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ വരുന്നത്. ഞാൻ വണ്ടി മേടിച്ചത് തൃശ്ശൂർ കല്യാൺ മൊബിക്സിൽ നിന്നാണ് ഇത് ഞാൻ മേടിച്ചത് വണ്ടി, ഹീറോൻ്റെ പുഴയ്ക്കലുള്ള ഷോറൂമിൽ നിന്ന്. ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇനിയെന്ന് പറയുന്നത് നമ്മുടെ ചാനലിൽ ഇനിയൊരു നല്ല അടിപൊളി കിണ്ണങ്കാച്ചി 2 വണ്ടികൾ വരുന്നുണ്ട്. അതിൻ്റെ വീഡിയോസിനായിട്ട്, അത് 2 കാറാണ്, സെഡാൻ കാറുകളാണ് രണ്ടും. എന്തായാലും അടുത്ത വീഡിയോസിനായിട്ട് എല്ലാവരും ബെല്ലൈക്കൻ ഓൺ ആക്കി വയ്ക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സ്റ്റേ ട്യൂൺ.